അപ്പൊ ഭയങ്കര വിശപ്പിട്ട അപ്പൊ ഇലയെ പരത്താന്ന് അങ്ങനെ അടുപ്പത്ത് കണ്ട ചോറൊക്കെ ആവുന്നുണ്ട് കുട്ടിയുടെ പാലും പിന്നെ അപ്പുറം കിടക്കുന്നുണ്ട്. അപ്പൊ വിശപ്പിന്റെ വിളി വന്നപ്പോ ഞങ്ങള് ഒന്ന് ഇലയെ പരത്തായി അരച്ച അപ്പൊ അതിന് വേണ്ടിട്ട് വിളയാത്ത തേങ്ങ ഉണ്ടായിരുന്നു. അപ്പൊ അതിട്ട് അപ്പൊ ഈ ആട്ടപ്പൊടി ഇട്ടാണ് കേട്ടോ നമ്മൾ ഇലയെ പരത്തുന്നത്. ഇത് നുള്ളി ഉപ്പ് ഇട്ടിട്ട് അത്യാവശ്യം തേങ്ങ ഉണ്ട്. കുറച്ചും കൂടെ എടുത്ത് വെക്കണ കേറുവോ തേങ്ങ കേറുവോ? ഇല്ല, ആ തേങ്ങ ഉണ്ടായിക്കോട്ടെ, നല്ല രസല്ലേ. പിന്നെ ആ തേങ്ങ അടച്ചാവും കേടിയാത്ത തേങ്ങ. അപ്പൊ വെറുതെ ഉപ്പിട്ടിട്ട് ഇലയെ പരത്തായി വെച്ചിട്ട് ഓണത്തിന് എടുത്ത കുറച്ച് ഇല ഉണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് മാത്രം മതി. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പുവെള്ളം ചൂടുവെള്ളം വേണമെന്നില്ലല്ലോ. അപ്പൊ അമ്മ പച്ചവെള്ളത്തിലാണ് പോയിട്ട് കുറച്ച് ഉപ്പ് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് കുഴച്ചിട്ട് ഇലയെ പരത്തിട്ട് ഉപ്പ് കഴിഞ്ഞല്ല അമ്മ എന്നാ കുഴപ്പമില്ല. ഉപ്പിന് വില കുറവാണിച്ചിട്ട് തോരനൊന്നും കേട്ടാ എന്താ. അപ്പൊ നമ്മളിത് കുഴച്ച് റെഡിയാക്കുകയാണ്. എന്നിട്ട് ഇത് രണ്ടാളും കൂടി ഞങ്ങൾ ചായക്ക് അടുത്തിന്ന് മക്കളൊക്കെ സ്കൂളിൽ പോയി. അപ്പൊ ആർക്കും ഇഷ്ടല്ല ചായക്ക് കടി ഉണ്ടാക്കിയാല് രാവിലെ ആരും കഴിക്കില്ല. അപ്പൊ അധികം അവർ ഇത്തിരി കഞ്ഞി കുടിച്ചിട്ട് പോകും. അപ്പൊ അമ്മ പറഞ്ഞു ഇനി ശനി ഞായർ മാത്രമേ കടി ഉണ്ടാക്കുള്ളൂ. ഇന്ന് ചായക്ക് കടി തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടാ. കുറച്ചൊന്നും വേണ്ട, എന്തോ ഒത്തിരി നുറുക്കം എന്തോ ഉണ്ടായിരുന്നു. അത് കൂട്ടിട്ട് അവര് ചായ കുടിച്ചിട്ട് പോയി. ഇത് ബാക്കിയാവും അമ്മ എന്തൊക്കെ അത് ഉണ്ടാവും. ഏയ് ബാക്കിയാവൊന്നുമില്ല. ബാക്കി ഞാൻ വൈകുന്നേരം തിന്നു. പകലുണ്ടാക്കിയ എന്ത് സാധനം ബാക്കിയാവൂലട്ടാ. കാരണം എന്താ വെച്ചാല് ഉച്ചക്ക് അല്ലെങ്കിൽ വൈകുന്നേരം തിന്നാല. അപ്പൊ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇത് ഈ കടയിൽ നിന്ന് വാങ്ങുന്ന റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന ആട്ടപ്പൊടിയാണ്. ഇത് വേറൊരു രുചിയാട്ട. എനിക്ക് നല്ല ഇഷ്ടം അതായിട്ട് ഉണ്ടാക്കുന്ന ചപ്പാത്തിയും. ആദ്യമൊന്നും വലിയ ഇഷ്ടമല്ലായിരുന്നു, ഉണ്ടാക്കാൻ മടിയായിരുന്നു. ഇപ്പൊ പിന്നെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മള് മാവ് റെഡി ആയിക്കണ്ട. ഗോതമ്പിന്റെ പൊടിക്ക് ഈ ടേസ്റ്റ് അല്ല, അതിന് വേറെ ടേസ്റ്റ് ആണ്. ഇതിന് വേറെ ടേസ്റ്റ് ആണ്. ഇത് നല്ല ഇത് വെളിച്ചെണ്ണയിലല്ല സൺഫ്ലവർ ഓയിലിൽ ഉണ്ടാക്കണം ഇലയെ പരത്തി. അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ്. അത് വേറൊരു ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മളിത് കുഴച്ച് പാകാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തട്ടയിലേക്ക്. അപ്പൊ നമ്മളത് പരത്തി ഇത് വാടിയിട്ടുണ്ട് കേട്ടോ. അത് ഓണത്തിന് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇല ബാക്കിയുള്ളതാണ്. അപ്പം നല്ല ഇല തന്നെയാണ് കേട്ടോ. വാടീന്നുള്ളൂ. ഇവിടെ ഇലക്ക് കുറച്ച് ക്ഷാമുണ്ട്. നമുക്കിവിടെ കുട്ടികളൊക്കെ വാഴ കേടെടുത്തിരുന്നു. പിന്നെ ഒരുപാട് തൊടിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ എണ്ണ തേച്ചിട്ട് ആ എണ്ണയിലാണ് ഇത് പരത്തിയതിട്ടാ. വെള്ളം തൊട്ടിട്ട് പരത്തുക, എന്നിട്ട് ഇങ്ങനെ ഇടുക. എന്നിട്ട് ഒന്ന് ചൂടായാല് ഈ ഇത് ഇങ്ങോട്ട് പറിച്ചെടുക്കുക. സിമ്പിളാണ്. ഇനി നമുക്കിത് മറിച്ചിടാട്ടാ. ഇത് അതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് ഇങ്ങനെ വന്നാല് നമുക്ക് മറിച്ചിടാം. ഇത് വെന്ത് തുടങ്ങി. ഇനി കഴിച്ചു കഴിഞ്ഞാ ചോറായമ്മ? ചോറ് താവാൻ പോലും നമ്മളെ കൽത്തപ്പ പാത്രം കാണാൻ വയ്യ. ഞാൻ പാത്രം വിളിക്കും. അത് കരിഞ്ഞില്ലേ? കൽത്തപ്പ ഉണ്ടാക്കുമ്പോ കരിയാ ഒക്കെ സാധാരണ. അപ്പൊ അത് റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്കത് കഴിക്കാം. അപ്പൊ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി ഇളക്കാണ്. അതിൽ പഞ്ചസാര ഇട്ടിട്ട് പോയതാണ്. അപ്പൊ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഉണക്കെന്താടി വെള്ള തീ അല്ല പുകയുണ്ടല്ലോ. ചിരട്ട അങ്ങനെ ഉണങ്ങാൻ വേണ്ടിട്ട് വെച്ചാണ്. ചിരട്ടക്കൊക്കെ നല്ല വില അമ്മ. അപ്പൊ സൂപ്പറായി മധുരല്ലേ? നല്ല രസല്ലേ? തിന്നാനൊക്കെ രസമാണ് ഉണ്ടാക്കിയാൽ. അങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളൂ. രസമുണ്ട്. ഉപ്പാറുണ്ട അമ്മയ്ക്ക്? നല്ല ഉപ്പ് വേണം കേട്ടോ. അമ്മയ്ക്ക് പ്രഷർ ഉണ്ടെങ്കിൽ ഉപ്പ് വേണം. ഞാൻ ഉള്ളും കൂടി ഉപ്പിട്ട അമ്മയ്ക്ക്. അമ്മ പറഞ്ഞ ഉപ്പില്ലെങ്കിൽ എനിക്ക് വേണ്ടാന്ന്. എനിക്ക് ഉപ്പുള്ളത് ഇഷ്ടല്ല കേട്ടാ. അപ്പൊ നമ്മളപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇനി കട്ടൻ ചായയും ഇതും തിന്നാൻ പോവുകയാണ്. 10 മണി ചായക്ക് എളുപ്പമാണ് ഇങ്ങനത്തെ ഒക്കെ കടി ഉണ്ടാക്കാൻ. അപ്പൊ ആട്ടപ്പൊടി ഒന്നും വെറുതെ കളയരുത്. റേഷൻ കടയിൽ കിട്ടുമ്പോ വാങ്ങാതിരിക്കരുത്. ഇതുപോലത്തെ ഒക്കെ ഉണ്ടാക്കി തിന്നും. അനക്കാണാ പിന്നെടാ. അപ്പൊ ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.